വലിയ ഒരു ചലനമായിരുന്നു കേരളത്തിൽ അങ്ങ് ചാർലി. ദുൽഖർ സൽമാന് സംസ്ഥാന അവാർഡ് വരെ നേടിക്കൊടുത്ത ഒരു സിനിമയാണ്. ഇതിപ്പോൾ കേരളവും കടന്ന് ഇന്ത്യയും കടന്നു പോയിരിക്കുന്നു സിനിമ. ജപ്പാനിലും ചാർലി വിസ്മയമാവുകയാണ്. സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞത് മുതൽ വലിയ ആവേശമാണ് തിയേറ്ററുകളിൽ ഉണ്ടാകുന്നത്. ഇന്ത്യൻ സിനിമകളുടെ പുതിയ മാർക്കറ്റായി മാറുകയാണ് ജപ്പാൻ. ബോളിവുഡിൽ നിന്നുള്ള സിനിമകളാണ് ജപ്പാനിൽ ആദ്യം എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ പല പ്രാദേശിക ഭാഷാ ചിത്രങ്ങളും തിയേറ്ററുകൾ കീഴടക്കുന്നു. 100 ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും നിരവധി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത ചാർലിയാണ് ഇപ്പോൾ ജപ്പാൻകാരുടെ മനസ്സു കീഴടക്കുന്നത്. ആദ്യ പ്രദർശനം കാണാൻ തന്നെ തിയേറ്ററുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സിനിമ കണ്ട ശേഷവും ഈ ആവേശം അവരിൽ നിറഞ്ഞു നിന്നു. तेरी आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. हेलो നിങ്ങൾ ബേജാറാവില്ലെന്ന് വെറുതെ ഒന്ന് കളറാക്കാൻ പറഞ്ഞല്ലേ. ഞാനാ പണ്ടോട് താമസിച്ചിരുന്നത്. ടോക്കിയോയിലെ ഷിനഗാവ മേഖലയിലുള്ള തിയേറ്ററുകളിലാണ് ചാർലിയുടെ പ്രദർശനം നടന്നത്. ജപ്പാനിലെ വിതരണക്കാരായ ഡോസോയ്ക്കൊപ്പം ചേർന്ന് സെല്ലുലോയിഡ് ജപ്പാൻ എന്ന ഇന്ത്യൻ കമ്പനിയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചത്. ജാപ്പനീസ് സബ് ടൈറ്റിലോടെ പ്രദർശിപ്പിക്കുന്ന ആദ്യ ചിത്രം കൂടിയായിരുന്നു ചാർലി. മലയാളത്തിൽ നിന്ന് ആക്ഷൻ ഹീറോ ബിജു അടക്കമുള്ള സിനിമകളും ജപ്പാനിലെ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.